പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ആ ഒരു വിഷയത്തിൽ നമ്മുടെ എൻ ജ്വല്ലറിയുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് വിജയം കൈവരിക്കാനായിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ മുത്തശ്ശനോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും നോമ്പും വ്രതവും ഒക്കെ എടുത്തിട്ട് ആ ഒരു വിജയത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ആദർശ് നേരെ ചെന്നിട്ട് ഒരു ഹോട്ടൽ മുറിയിലാണ് റൂം എടുത്ത് അന്നത്തെ ദിവസം നിൽക്കുന്നത്. എന്നിട്ട് രാവിലെ തന്നെ അവിടെ നിന്ന് നേരിട്ട് പോവാം, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ രാത്രി ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ആദർശ് കണക്ക് കൂട്ടിയിരുന്നത്. അങ്ങനെ അവസാനം ഹോട്ടലിൽ എത്തുകയാണ്. ഹോട്ടലിൽ എത്തിയ സമയത്ത് തന്നെ നമ്മുടെ അവന്തിക ഇക്കാര്യത്തെക്കുറിച്ച് ആദർശ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള വിവരവും നമ്മുടെ നാഗേന്ദ്രനെ അറിയിക്കുകയാണ്. അങ്ങനെ ഹോട്ടലിലെത്തിയ വിവരം നാഗേന്ദ്രൻ അറിയുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ ആദർശിനെ വലിയൊരു ചതിയായിരുന്നു കാത്തിരുന്നത്. പക്ഷേ അത് ആദർശ് അറിയുന്നുണ്ടായിരുന്നില്ല. ആ ഹോട്ടൽ മുഴുവൻ നമ്മുടെ നാഗേന്ദ്രൻ്റെ ആളുകളായിരുന്നു. അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ എല്ലാ കാര്യവും നോക്കുന്നതൊക്കെ നാഗേന്ദ്രന് വേണ്ടപ്പെട്ടവരാണ്. അങ്ങനെ നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ആദർശിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് ജ്യൂസിൽ മായം കലർത്തിയിട്ട് ബോധം കെടുത്താൻ വേണ്ടിയിട്ട് അതിൽ മരുന്ന് കലർത്തിയിട്ട് ആദർശിനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ആദർശിന് ജ്യൂസുമായിട്ട് ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോവുകയും അത് ആദർശിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഉറക്കാനുള്ള മരുന്നുണ്ട് എന്നുള്ളത് ആദർശ് അറിയാതെ ആ ജ്യൂസ് ആദർശ് എടുത്ത് കുടിക്കുകയാണ്. എന്തോ ഒരു മയക്കം വരുന്നത് പോലെ തോന്നിയിട്ട് ആദർശ് ഒരു പ്രിപ്പറേഷനും നിൽക്കാതെ വേഗം കിടന്നുറങ്ങുന്നുണ്ട്. ആ ഉറക്കം പിന്നീട് രാവിലെ ആദർശ് അറിഞ്ഞതേയില്ലായിരുന്നു. ആദർശ് അറ്റൻഡ് ചെയ്യാനിരുന്ന ആ ഒരു പരിപാടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം ആദർശ് ഉണരുന്നത്. അങ്ങനെ സമയം നോക്കുന്ന സമയത്ത് നേരം ഉച്ചയായിട്ടുണ്ടായിരുന്നു. തനിക്ക് രാവിലെയായിരുന്നു പോകേണ്ടിയിരുന്നത്. എനിക്കെന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ചിന്തയും പേടിയും, ഇനി വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതും ആദർശിനെ ആലോചിച്ചിട്ട് ആകെ ടെൻഷനാവുകയാണ്. അങ്ങനെ ആദർശ് നയനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ എന്തായി, ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞോ, വൈകുന്നേരമല്ലേ കഴിയുമെന്ന് പറഞ്ഞിരുന്നത്, എന്താ ആദർശേട്ടാ, എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ, ആ ഒരു ഇത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞോ എന്നൊക്കെ നയന ചോദിക്കുന്ന സമയത്ത് നയന എനിക്ക് എന്താ പറ്റിയത് എന്നറിയില്ല, ഞാൻ ഇപ്പോഴാണ് ഉറക്കം എണീറ്റത്, എൻ്റെ തലയ്ക്ക് ആരോ എന്തോ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത്, മയക്കം ഇപ്പോഴും വിടുന്നില്ല, എന്താ പറ്റിയതെന്ന് അറിയില്ല, എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന സമയത്ത് നയനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്താ ആദർശേട്ടൻ ഈ പറയുന്നത്, ഉറങ്ങിപ്പോയി എന്നോ, എന്താ ഇങ്ങനെയൊന്നും ആദർശേട്ടൻ ചെയ്യാറില്ലല്ലോ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, എന്നെ ഇവിടെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, എന്താണ് എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല, കാരണം ഞാൻ അങ്ങനെ മയങ്ങിപ്പോയിരിക്കുകയായിരുന്നു, ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു, ഇപ്പോഴാണ് ബോധം വെച്ചത്, പക്ഷേ ഇപ്പോഴും തല നേരായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ മുത്തശ്ശനോട് എന്ത് പറയും, മുത്തശ്ശനാണെങ്കിൽ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. ശത്രുക്കളാണെങ്കിൽ ആദർശ് പങ്കെടുക്കാതെ വിജയം അവർക്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം പങ്കിടുകയാണ്. അവന്തികയും അച്ഛനും ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ എൻ്റെ ബുദ്ധിക്ക് മേൽ ആർക്കും പറക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ അവന്തികയോട് പറയുമ്പോൾ അച്ഛന് മാസമല്ലേ, എന്തായാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, കാരണം അച്ഛൻ എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരിത് എനിക്ക് തന്നിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരുപാട് സന്തോഷമായി അച്ഛ എന്നൊക്കെ ഇങ്ങനെ അവന്തിക നാഗേന്ദ്രനോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ ആദർശ് അനന്തപുരിയിൽ എത്തുകയാണ്. മുത്തശ്ശൻ നേരെ വന്നിട്ട് എന്തായി മോനെ, സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ, നീ അല്ലെങ്കിലും വിജയിച്ചേ വരികയുള്ളൂ, അത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആദർശ് ഒന്നും മിണ്ടാതെ സങ്കടം കൊണ്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിൽ പോയി സംസാരിച്ചിട്ട് കാര്യങ്ങൾ മുത്തശ്ശനോട് പറയുന്നുണ്ട്. അത് മുത്തശ്ശ എനിക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല, ആ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ പറഞ്ഞത്, എത്ര നിസ്സാരമായിട്ടാണ് നീ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത്, ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യത്തിനാണോ നീ പോയത്, ഈ കുടുംബജീവിതത്തിൻ്റെ കാര്യമല്ലേ, നമ്മുടെ ആ ഒരു ഇത് നിലനിർത്തുന്നതിൻ്റെ ആ ഒരു ബന്ധപ്പെട്ടുള്ള കാര്യമല്ലേ, ഇനി നമുക്ക് ഈ ഒരു ഇത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് നഷ്ടം എത്രയാണെന്നുള്ളത് അറിയാമോ, കാരണന്മാർ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന ആ ഒരു ഇതൊക്കെ നശിപ്പിച്ച് വന്നിരിക്കുന്നു, ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ മുഖത്തടിച്ചിട്ട് ഇറങ്ങിപ്പോയ എൻ്റെ മുമ്പ്, നീ ഇനി നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ആട്ടി പറഞ്ഞയക്കുകയാണ്. അതിൽ മനം നൊന്നിട്ട് ആദർശ് അവിടെ നിന്ന് പോരുന്നുണ്ട്. എന്നിട്ട് നയനയോട് സങ്കടം പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇനി എന്നെ കാണണ്ട എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞ് നിൽക്കുകയാണ്.